ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് വിഷുവാണ്. വിഷുവിന് ഞാൻ ഒരു സ്പെഷ്യൽ പായസം, എല്ലാവരും ഉണ്ടാക്കുന്ന പായസമല്ല, ഒരു പ്രത്യേക പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മതിൽപ്പച്ച. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കിണറുകളിലും മതിലുകളിലും എല്ലാം പിടിച്ചു നിൽക്കുന്നതാണ് ഈ മതിൽപ്പച്ച. അതുകൊണ്ടാണ് ഞാനൊരു പായസം ഉണ്ടാക്കുന്നത്. ഇത് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്, ആവശ്യത്തിന് തേങ്ങാപ്പാൽ, കറുത്ത എള്ള്, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ചൗവരി, മുന്തിരിങ്ങ, കുറച്ച് തേൻ, നെയ്യ്, കുറച്ച് മാവ്, കണ്ടൻസ്ഡ് മിൽക്ക്. പായസം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ചൂടായിലാണ് ചെറിയതായിട്ട് അരിഞ്ഞ മതിൽപ്പച്ച ചേർത്ത് വഴട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴട്ടി എടുക്കണം, എങ്കിലേ ഇതിന്റെ ടേസ്റ്റ് വരികയുള്ളൂ. ഇത് ഞാൻ വഴട്ടിയെടുത്ത മതിൽപ്പച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ ഇത് മിക്സിയിൽ നന്നായിട്ട് അടിക്കും. വഴട്ടിയത് മിക്സിയിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പോകാം. പായസം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നു. മിക്സിയിൽ അടിച്ച മതിൽപ്പച്ച ചേർക്കുന്നു. ആവശ്യത്തിന് വേണ്ടുന്ന ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ 1-ാം പാൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങയുടെ 1-ാം പാൽ ചേർക്കുന്നു. 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. 2 സ്പൂൺ മാവ് പൊടി വെള്ളത്തിൽ കലക്കിയതാണ്, അതും കൂടി ഇതിനകത്ത് ചേർക്കുന്നത്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് കുറുകി വരും. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ വറുത്ത് കോരി ഇടാനുള്ളതും കൂടെ ചേർക്കുമ്പോൾ പായസം റെഡി. കറുത്ത എള്ള് ചേർക്കുന്നു. കോരിയെടുക്കുകയാണ്. എള്ള് ആദ്യം കോരിയെടുക്കുന്നു. പിന്നെ അതിലേക്ക് മുന്തിരിങ്ങ ചേർക്കുന്നു, അണ്ടിപ്പരിപ്പ്, ഏലക്ക, ചൗവരി ചേർക്കുന്നു. രുചി കൂടാനായിട്ട് ഞാൻ 1 സ്പൂൺ തേനും കൂടെ ചേർക്കുന്നു. വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പും എല്ലാം ഇതിലേക്ക് ചേർക്കുന്നു. മതിൽപ്പച്ച പായസം റെഡി. നിങ്ങളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സ്വാദിഷ്ടമായ ഒരു പായസമാണ്, ഗുണം ഏറിയതും.